വെൽക്കം യു ഓൾ ടു ദ നെക്സ്റ്റ് സെഷൻ ഓഫ് PYQ മാസ്റ്റർ ക്ലാസ്. അപ്പം നമ്മൾ ഇന്നിവിടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് 10 മാർക്കർ തന്നെയാണ്, അല്ല 15 മാർക്കാണ്, സോറി. ഇന്നൊരു 15 മാർക്ക് ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലയൺ ആൻഡ് ബുൾ ഫിഗേഴ്സ് ഇൻ ഇന്ത്യൻ മിത്തോളജി, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റിനെ പറ്റി പറയാനുള്ളത്, ഇതിന് എക്സാക്ട് കണ്ടന്റ് ഒന്നും ആരുടെ കയ്യിലുണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, നല്ല രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് ആണെങ്കിലും ഈ ഒരു ലയൺ ആൻഡ് ബുൾ ഫിഗർ അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു മെറ്റീരിയലും നോർമലി തയ്യാറാക്കില്ല. സോ ഇവിടുത്തെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എങ്ങനെ നമ്മളുടെ പോയിൻറ്റ്സിനെ, നമുക്ക് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന പോയിൻറ്റ്സിനെ ഓർഗനൈസ് ചെയ്ത് നല്ലൊരു ആൻസർ എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ നോക്കുമ്പോൾ 15 മാർക്കാണ്. സോ ഇവിടെ 15 to 18 പോയിൻറ്റ്സ് നമുക്ക് വരണം. ഓക്കെ, 2022 ഒരു PYQ ആണിത്. പിന്നെ ഇവിടെ നമ്മളെ കീവേഡ് നോക്കുന്നത് ഡിസ്കസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിഗ്നിഫിക്കൻസ്, ഇതിന് എത്ര പാർട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ലയൺ ആൻഡ് ബുൾ ഫിഗേഴ്സ് ഇൻ ഇന്ത്യൻ മിത്തോളജി, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. സോ ഇതിനെ പാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് മേജറായിട്ട് 2 പാർട്ടാണുള്ളത്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. മേജറായിട്ട് 2 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ലയൺ ഫിഗേഴ്സ്, സെക്കൻഡ് പാർട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ബുൾ ഫിഗേഴ്സ്. ഈ 2 പാർട്ടാണ് ഇതിനുള്ളത്. സോ ഫസ്റ്റ് പാർട്ടിൻ്റെ സബ് പാർട്ടാണ് മിത്തോളജി, ആർട്ട്, ആർക്കിടെക്ചർ. അപ്പോൾ ഈ 3 സബ് പാർട്ട് ഇതിനുണ്ട്. അതിപ്പോൾ നമുക്ക് ABC എന്നിങ്ങനെ പറഞ്ഞിട്ട് മിത്തോളജി A, ആർട്ട് B, ആർക്കിടെക്ചർ C എന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ പാർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലൈൻ അല്ലെങ്കിൽ ഒരു 4 ലൈൻ ഇൻട്രൊഡക്ഷൻ, ഒരു 3-4 ലൈൻ കൺക്ലൂഷൻ, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മെയിൻ ഹെഡ് എഴുതണം. എപ്പോഴും ഞാൻ പറയാം, മെയിൻ ഹെഡ് എഴുതുമ്പോൾ ബോക്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിസിബിലിറ്റി ഉണ്ടാവും. ആൻസർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് പ്രത്യേകം നോട്ടീസ് ചെയ്യാൻ പറ്റും. സോ സിഗ്നിഫിക്കൻസ് ഓഫ് ലയൺ ഫിഗർ, ലയൺ. അപ്പോൾ താഴെ നമ്മൾ A മിത്തോളജി, B ആർട്ട്, C ആർക്കിടെക്ചർ. ഈ രീതിയിൽ വേണം അതിനെ പാർട്ട് ചെയ്യാൻ. ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് ഹെഡിങ് ഇവിടെ, മെയിൻ ഹെഡ് ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് ബുൾ ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഇട്ടിട്ട് അതിനെ ബോക്സിൽ ചെയ്ത് വെച്ച് ശേഷം താഴെ ഇവിടെ മിത്തോളജി കൊടുക്കാം, ആർട്ട് കൊടുക്കാം, ആർക്കിടെക്ചർ കൊടുക്കാം. സോ ഈ രീതിയിൽ നമുക്കിതിനെ പാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അതിനെ പാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ പോയിൻറ്റ്സ്, ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ, ഇപ്പോൾ മിത്തോളജി എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് അധികം പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ ആർട്ടിലും ആർക്കിടെക്ചറിലും കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് ഉള്ളത് ആർട്ടിലും ആർക്കിടെക്ചറും ആണെന്നിരിക്കെ മിത്തോളജിയിലെ പോയിൻറ്റ്സിനെ കുറച്ചുകൊണ്ട് നിങ്ങൾ ആർട്ടിലെ ആർക്കിടെക്ചറിലും പോയിൻറ്റ്സ് കൂടുതൽ എഴുതിയുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ ആ രീതിയിൽ അതിനെ ശ്രദ്ധിക്കുക. എപ്പോഴും ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ള ഡിമാൻഡ്, ആ ഡിമാൻഡിനെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, തീം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ എപ്പോഴും സിഗ്നിഫിക്കൻസ് കൊണ്ടുവരണം. അല്ലാണ്ട് റിപ്പീറ്റഡ് ഇപ്പോൾ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിനെ ഇപ്പോൾ ലയണിനെ ആണെങ്കിൽ നമ്മളതിനെ എന്താ പറയുക, വേലറായിട്ട് കാണും, വേലർ പ്രൈഡായിട്ട് കാണും. അതുപോലെ ഇപ്പോൾ ബുള്ളിനെ ആണെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ സിമ്പിളായിട്ട് കാണും, ഫെർട്ടിലിറ്റി, പ്രോസ്പെറിറ്റി. അതുപോലുള്ള രീതിയിലുള്ള പോയിൻറ്റ്സ് ആണ് നമ്മുടെ അനലിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, വാലറും പ്രൈഡും ഫെർട്ടിലിറ്റിയും പ്രോസ്പെറിറ്റിയും, ഇതൊക്കെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. സോ ആ സിഗ്നിഫിക്കൽ ആംഗിൾ, അല്ലാതെ നമ്മൾ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുക ലയൺ ആൻഡ് അല്ലെങ്കിൽ ലയൺ ഫിഗേഴ്സിനെ നമ്മൾ മിത്തോളജിയിൽ ഇവിടെ കാണുന്നു, എന്താ പറയുക, വിഷ്ണു പുരാണ അവിടെ നരസിംഹാവതാരത്തിൽ കാണുന്നു, പിന്നെ ദുർഗ, വെഹിക്കിൾ ഓഫ് ദുർഗയായിട്ട് കാണുന്നു. അതുപോലെ പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മാത്രം പോരാ, അതിനൊരു അനലിറ്റിക്കൽ ആംഗിൾ കൊണ്ടുവരണം. ആ അനലിറ്റിക്കൽ ആംഗിളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള വേലർ, പ്രൈഡ്, ഫെർട്ടിലിറ്റി അതുപോലുള്ള പോയിൻറ്റ്സൊക്കെ. ഓക്കെ, പ്രോസ്പെറിറ്റി, ഫെർട്ടിലിറ്റി അതുപോലുള്ള പോയിന്റ്സ് ഒക്കെ അനലിറ്റിക്കൽ ആംഗിളാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് കാണിക്കുന്നതാണ്. സോ ഈ രീതിയിൽ ഇന്നലെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനലിറ്റിക്കൽ ആംഗിൾ എങ്ങനെ ക്വസ്റ്റ്യൻസിൽ
ആൻസേഴ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ രീതിയിലാണ് അതിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ആണെങ്കിലും ഫീച്ചർ ആണെങ്കിലും എന്താണ് അതിന് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനെ യുണീക്ക് ആക്കുന്നത്, ആ യുണീക്ക് പോയിൻ്റാണ് അവിടെ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാരപ്പൻ ആർക്കിടെക്ചറിൽ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഫീച്ചർ എന്താണ്, ഇംപ്രൂവ്ഡ്, അവിടെ അവർ സാനിറ്റേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത്. ആ ഫീച്ചർ ആയിട്ടുള്ള സംഭവമാണ് അവിടെ അനലിറ്റിക്കൽ പാർട്ടിൽ കൊണ്ടുവരേണ്ടത്. സോ ഇങ്ങനെയാണ് അനലിറ്റിക്കൽ ആംഗിൾ കൊണ്ടുവരിക. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, സിമ്പിൾ എവിടെയൊക്കെ അപ്പിയർ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ റിലീജിയനിൽ സിമ്പിൾ അപ്പിയർ ചെയ്യാം, സ്റ്റോറീസിൽ സിമ്പിൾ അപ്പിയർ ചെയ്യാം, നമ്മൾ വായിച്ചിട്ടുള്ള മിത്തിക്കലായിട്ടുള്ള സ്റ്റോറീസിൽ സിമ്പിൾ അപ്പിയർ ചെയ്യാം, ടെമ്പിൾസിൽ സിമ്പിൾസ് അപ്പിയർ ആവാം, സ്കൾപ്ചേഴ്സിൽ, കിങ്സിൻ്റെ ഇപ്പോൾ എന്താ സിംഹാസന നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിംഹാസന എന്ന് പറയുന്ന ലയൺ ത്രോൺ, ആ അവിടെ നമുക്ക് ലയണിൻ്റെ ഒരു ഇമേജൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ കോയിൻസിൽ കാണാൻ പറ്റും, പെയിൻറ്റിങ്സിൽ ഇവിടെയൊക്കെ ആണ്, ഇവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല, ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഈ ആൻഷ്യൻ്റ് ഹിന്ദിയോ ആർട്ട് ആൻഡ് കൾച്ചറോ വായിച്ചതിൽ എവിടെയെങ്കിലും ലയണോ ബുള്ളോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റീകോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ റിലീജിയനിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ലയൺ ഡയറ്റീസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, നരസിംഹാവതാര, അതും മിത്തോളജിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ സ്റ്റോറീസിൽ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്, ജാതക ടേൽസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, സ്റ്റോറീസിൽ കണ്ടിട്ടുണ്ടാകും, ടെമ്പിൾസിൽ എവിടെ കണ്ടിട്ടുണ്ട്, ആർക്കിടെക്ചറിൽ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ നരസിംഹാവതാരത്തിൻ്റെയൊക്കെ ടെമ്പിൾ ആർക്കിടെക്ചറിൽ നമ്മൾ നരസിംഹ ഹാഫ് ലയൺ ഹാഫ് ഹ്യൂമൻ ഫിഗേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ഈ വിജയനഗര ടെമ്പിൾസിൽ എവിടെയോ അത് കാണപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ അതുപോലുള്ള പോയിന്റ്സ് നമുക്ക് അറിയാമെങ്കിൽ റീകോൾ ചെയ്തെടുക്കാം. സോ പിന്നെ കിങ്സിൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ കോയിൻസിൽ എവിടെയെങ്കിലും ലയൺസിൻ്റെ, അപ്പോൾ പ്രൈഡ് ആയിട്ടൊക്കെ ലയണിൻ്റെ സിമ്പിളൊക്കെ കോയിൻസിൽ പോർട്രേ ചെയ്തിട്ടുണ്ടാവാം. പെയിൻറ്റിങ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ, ഇപ്പോൾ പെയിൻറ്റിങ്സിലാണെങ്കിൽ നമ്മൾ ക്രോണോളജി വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ബിംബേഡ്കയിൽ നമുക്ക് ലയൺ ഹണ്ടിങ് സീൻസ് കണ്ടിട്ടുണ്ടെന്ന് പറയാം. സോ ഹണ്ടിങ് സീൻസിൽ ലയൺ ഫിഗേഴ്സ് കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം ആ സമയത്ത്, ഹ്യൂമൻ നാച്ചർ റിലേഷൻ. അപ്പോൾ ആ ഹ്യൂമൻ നാച്ചർ റിലേഷൻ അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ അനലിറ്റിക്കൽ പോയിൻ്റായി. പിന്നെ ലിറ്ററേച്ചറിൽ നമുക്ക് എവിടെ കാണാൻ പറ്റും, ജാതക ടേൽസ് അതിൽ കാണാൻ പറ്റും, ലയണിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ബുള്ളിൻ്റെ ഒക്കെ ഇത് കാണാൻ പറ്റും. പിന്നെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സമയത്ത് ആ സൊസൈറ്റിയിൽ നമുക്കവിടെ ബുള്ളിൻ്റെ ഒക്കെ ഫിഗേഴ്സ് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ മദർ ഗോഡസ് അതുപോലുള്ള സംഭവങ്ങൾ, മദർ ഗോഡസ് അല്ല, ബുള്ളിൻ്റെ ഫിഗേഴ്സ് കാണാൻ പറ്റും. ബുള്ളിനെ അവർ ആരാധിച്ചിരുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. ഫെസ്റ്റിവൽസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഒരു സിവിലൈസേഷൻ്റെ ഒരു ആംഗിളിൽ നമ്മളിപ്പോൾ ഒരു ആൻഷ്യൻ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു മോഡേൺ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, ആ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ലിവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. ഇപ്പോൾ ടെമ്പിൾസ് കാണാൻ പറ്റും, അവിടെ വില്ലേജസ് കാണാൻ പറ്റും, പാലസസ്, ബുദ്ധിസ്റ്റ് സ്തൂപാസ് കാണാൻ പറ്റും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിലെവിടെയൊക്കെ നമുക്ക് ലയൺ ബുൾ ഫിഗേഴ്സിനെ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ ടെമ്പിൾസിലാണെങ്കിൽ ഇതൊക്കെ വേറെ വേറെ ഡയമെൻഷൻസ് ആണ്, നമുക്ക് തിങ്ക് ചെയ്ത് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഡയമെൻഷൻസ് ആണ്. ഇതിൽ നിന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ ലോജിക്കലി അറേഞ്ച് ചെയ്യുകയും വേണം. സോ ആ രീതിയിൽ കൂടെ ശ്രദ്ധിക്കാം. സോ ടെമ്പിൾസിൽ നമുക്ക് കാണാൻ പറ്റും ബുൾസിനെ. ഇപ്പോൾ നന്ദി നമുക്ക് എല്ലാവർക്കും അറിയുന്ന മിത്തിക്കലായിട്ടുള്ളൊരു ഇതാണ് ആർക്കിടെക്ചറിൽ. ഇപ്പോൾ നന്ദിയുടെ ഒരു സ്റ്റാച്ചു നമുക്ക് എപ്പോഴും അധിക ടെമ്പിൾസിൻ്റെയും ഫ്രണ്ടിലായിട്ട് കാണാൻ പറ്റും. പിന്നെ ലയൺ ത്രോണ്, പാലസ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം അവിടെ നമുക്ക് ലയൺ ത്രോണ് കാണാൻ പറ്റും, റോയൽ അതോറിറ്റി കാണാൻ പറ്റും. പിന്നെ ബുദ്ധിസ്റ്റ് സ്തൂപാസ് അവിടെ അറിയാമല്ലോ, സാരനാഥിലെ ലയൺ ക്യാപിറ്റൽ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇതെന്തായാലും വരണം. ഇതുപോലുള്ള മേജറായിട്ടുള്ള പോയിന്റ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ലയൺ ക്യാപിറ്റൽ സാരനാഥിൽ നമുക്ക് കാണാൻ പറ്റും, ബുദ്ധാസ് ടീച്ചിങ്സ് കാണാൻ പറ്റും. പിന്നെ ബുദ്ധയുടെ ലയണിൻ്റെ റോറ് ബുദ്ധയുടെ ഒരു സിമ്പിളായിട്ട് പോലും കാണപ്പെടുന്നുണ്ട്. സോ ആ രീതിയിലും നമുക്ക് പോയിന്റ്സ് ഉള്ളത്. ഇപ്പം വില്ലേജിലാണെങ്കിൽ ബുള്ളിനെ കാണാൻ പറ്റും, അത് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ബുള്ളിനെ യൂസ് ചെയ്യുന്നുണ്ടാവും എക്കണോമിയിലൊക്കെ. പിന്നെ പുരാണങ്ങളിൽ നമുക്ക് ദുർഗയുടെ ഒരു വെഹിക്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ലയണിനെ, പവറിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ട് ലയണിനെ കാണാൻ പറ്റും. സോ ആ രീതിയിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം. പിന്നെ ഹാരപ്പൻ സീൽസിൽ ബുള്ളുണ്ട്, ട്രേഡ് സിമ്പിളായിട്ടൊക്കെ ബുള്ളിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആനിമൽസ് എന്താണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലയൺ എന്ന് പറയുന്ന ഒരു ആനിമൽ, ആ ലയൺ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് അനലിറ്റിക്കൽ പാർട്ടായിട്ട് കൊടുക്കാം. ഓരോ പോയിൻറ്റിൻ്റെയും അനലിറ്റിക്കൽ പാർട്ടായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ പവർ, ഇപ്പോൾ അശോക ലയണിനെ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഓഫ് പവർ ആയിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. കറേജ്, ഇപ്പോൾ ദുർഗ യൂസ് ചെയ്തിട്ടുണ്ടാവുക കറേജ് ആയിട്ടായിരിക്കും ദുർഗ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ റോയൽറ്റിയിൽ നമ്മളവിടെ പ്രസ്റ്റീജ് അതുപോലുള്ളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം സിംഹാസനങ്ങളിൽ അല്ലെങ്കിൽ ലയൺ ത്രോണിൽ നമ്മൾ ലയൺ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ പ്രൊട്ടക്ഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവുക, വിക്ടറി, ഫിയർലെസ്നെസ്, ധമ്മ, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ലയൺ ഫിഗേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ഒരു അനലിറ്റിക്കൽ ആംഗിൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
പിന്നെ നോക്കുകയാണെങ്കിൽ ബുള്ളിനെ എവിടെയൊക്കെ എന്താണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ബുള്ള് സ്ട്രെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവും. അഗ്രികൾച്ചർ, ഫെർട്ടിലിറ്റി, പ്രോസ്പെരിറ്റി, പേഷ്യൻസ്, ഡിവോഷൻ, എക്കണോമിക് ലൈഫ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബുള്ള് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു അനലിറ്റിക്കൽ ആംഗിളായിട്ട് കൊണ്ടുവരാം. നമ്മൾ ബുള്ളിനെ ഇപ്പോൾ ഇൻഡസ് വാലിയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ പ്രോസ്പെരിറ്റിയുടെ ഒരു സിമ്പിളായിട്ടായിരിക്കും അതിനെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഫെർട്ടിലിറ്റിയുടെ സിമ്പിളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ബുള്ളിനെ പല സ്ഥലങ്ങളിലും കാണും. ഇപ്പം നന്ദി വാഹനമായിട്ട് കാണുന്നത് അതിനെ ഡിവോഷൻ്റെ ഒരു സിമ്പിളായിട്ട് കാണപ്പെടാം. ആ രീതിയിൽ നമുക്ക് പോയിൻറ്റ്സിൽ അനലിറ്റിക്കൽ ആംഗിൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഡയമെൻഷൻസ് ആയിട്ട് ഇപ്പം മിത്തോളജി, മിത്തോളജിയുടെ ഒരു പോയിൻറ്റ്സ് കീഴിലാണ് നമ്മൾ ലയണിൻ്റെ ദുർഗയുടെ വെഹിക്കിൾ ഓഫ് ദുർഗ ആയിട്ട്, നരസിംഹാവതാർ, ബുദ്ധയുടെ സിമ്പിളായിട്ട് കാണപ്പെടുന്നു. പിന്നെ ബുള്ളിനെ മിത്തോളജിയിൽ ബുള്ളിനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നന്ദി, ശിവയുടെ വെഹിക്കിളായിട്ട്, പിന്നെ ഋഷഭ എന്ന് പറയുമ്പോൾ ഋഷഭദേവ നമ്മുടെ ജൈൻ തീർത്ഥങ്കരനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പേര് വന്നത് തന്നെ ബുൾ എന്നുള്ളൊരു ആംഗിളിൽ നിന്നാണ് പേര് വന്നത്. സോ ആ രീതിയിൽ നമുക്ക് അപ്പോൾ നമ്മൾ റീകോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ അറിഞ്ഞിട്ടുള്ള ഹിസ്റ്ററിയിലെ ആർട്ട് ആൻഡ് കൾച്ചറിലെ എല്ലാ പാർട്ടിൽ നിന്നും നമ്മൾ ഈ ബുള്ളിനെയും അനിമൽസ് ആയിട്ടുള്ള ബുള്ളിനെയും ലയണിനെയും എവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ റീകോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ലോജിക്കൽ ഓർഡറിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ റിലീജിയനിൽ എന്തൊക്കെ വാല്യൂസാണ്? പവർ, ധമ്മ, പ്രൊട്ടക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനലിറ്റിക്കൽ ആംഗിൾ കൊണ്ടുവരാൻ. പിന്നെ ആർട്ട് നമ്മൾ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ആർട്ട് എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പെർഫോമിംഗ് ആർട്ട് എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഷ്വൽ ആർട്ടിൽ തന്നെ ആർക്കിടെക്ചർ വരുന്നുണ്ട്, സ്കൾപ്ചേഴ്സ് വരുന്നുണ്ട്, പെയിൻറ്റിങ് വരുന്നുണ്ട്. സോ പെയിൻറ്റിങ്ങിൽ എവിടെയൊക്കെ കാണാൻ പറ്റും? അപ്പം നേരത്തെ ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. പെയിൻറ്റിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഭീംബേഡ്ക പെയിൻറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സ്കൾപ്ചേഴ്സിൽ നരസിംഹ സ്കൾപ്ചേഴ്സ് അത് പറഞ്ഞിട്ടുണ്ടാകും, മിത്തോളജീൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആർക്കിടെക്ചറിൽ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും? ഇപ്പോൾ ഗോപുരാസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. ദ്രവിഡൻ ടെമ്പിൾസിൽ ഗോപുരാസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ പറയാം. നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ആ എക്സാമ്പിൾസ് എഴുതാം. പിന്നെ മൗര്യൻ സ്കൾപ്ചേഴ്സിൽ അറിയാലോ, മൗര്യൻ സ്കൾപ്ചേഴ്സിൽ പ്രധാനമായിട്ട് ലയൺ ക്യാപിറ്റൽ സാരനാഥ്, അശോക ടൈമിൽ ആ പോയിൻറ്റ്സൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ ടെമ്പിൾ സ്കൾപ്ചേഴ്സിൽ എവിടെ കണ്ടിട്ടുണ്ട്, മൗര്യൻ പെയിൻറ്റിങ്സിൽ എവിടെ കണ്ടിട്ടുണ്ട്, ഈ രീതിയിൽ നമുക്ക് ആർട്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്താൻ പറ്റും. പിന്നെ ആർക്കിടെക്ചറിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പില്ലർ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, ടെമ്പിൾ എൻട്രൻസ്. ഇതിപ്പോൾ ചില പോയിൻറ്റ്സൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുമ്പോൾ ചില പോയിൻറ്റ്സൊക്കെ പല സ്ഥലത്തും ഒക്കർ ചെയ്യുന്നുണ്ടാവും. അത് എന്താ പറയുക, അവിടെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരേ പോയിൻറ്റ്സ് തന്നെ മൾട്ടിപ്പിൾ പ്ലേസസിൽ നമുക്ക് കാണാൻ പറ്റും. സോ ആ സമയത്ത് ഒരു പോയിൻറ്റ്സ് മാത്രമായിട്ട് എടുക്കുക. ഓക്കെ, ആ രീതിയിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. പിന്നെ ക്രോണോളജിക്കലി ചിന്തിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഹാരപ്പൻ്റെ മുമ്പ് നമുക്ക് സ്റ്റോൺ ഏജ് ഉണ്ട്. സ്റ്റോൺ ഏജിൽ നമ്മൾ ഭീംബേഡ്ക പറഞ്ഞു. സ്റ്റോൺ ഏജിൽ നമുക്ക് ഭീംബേഡ്കയിൽ കാണാൻ പറ്റും ലയൺ ഫിഗേഴ്സ്, ബുൾ ഫിഗേഴ്സ് ഒക്കെ കാണാൻ പറ്റും. അവിടെ പെയിൻറ്റിങ്ങിൽ കാണാൻ പറ്റും, ഭീംബേഡ്ക പെയിൻറ്റിങ്സിൽ. പിന്നെ ബുൾ സീലായിട്ട് നമുക്ക് ഇൻഡസ് വാലിയിൽ കാണാൻ പറ്റും. മൗര്യനിൽ ലയൺ ക്യാപിറ്റലായിട്ട് കാണാൻ പറ്റും. ഗുപ്തയിൽ ടെമ്പിൾ സ്കൾപ്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ചോളയിൽ നമുക്ക് നന്ദി മണ്ഡപ അത് കാണാൻ പറ്റും. മോഡേൺ ഇന്ത്യയിൽ നാഷണൽ എംബ്ലത്തിൽ കാണാൻ പറ്റും. സോ ഇപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ ക്രോണോളജിക്കലി ആലോചിച്ചിട്ട് പോലും നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ ഫ്രെയിം വർക്കിലൂടെ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അല്ലാതെ നമ്മൾ ഓരോ കാര്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ലയൺ എവിടെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ബുൾ എവിടെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം പോകും. സോ ആ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തിൻ്റെ മീനിങ് അത് എക്സ്പ്ലെയിൻ ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, അനലൈസ് ചെയ്യണം. ഈ രീതിയിലാണ് ഡിസ്കസ് വന്നിട്ടുള്ളത് കീവേഡ്. പിന്നെ ഇൻട്രഡക്ഷൻ നമ്മൾ എഴുതുമ്പോൾ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടൊരു ഇൻട്രഡക്ഷൻ എഴുതുക. ഈ ഇൻട്രഡക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൺക്ലൂഡ് ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സിലായിട്ട് ഇവിടെ നമ്മൾ ഈ രണ്ട് ലയണിനെയും ബുള്ളിനെയും പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ. സോ ആ കൺക്ലൂഷൻ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമ്മൾ ആ രീതിയിലാണ് രണ്ടിന് യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊരു ഇൻട്രഡക്ഷനും കൺക്ലൂഷനും ചെയ്തിട്ടുള്ളത്. സോ ആ രീതിയിൽ നോക്കാം. അപ്പോൾ ഈ ഇൻട്രഡക്ഷനും കൺക്ലൂഷനും ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ടെലഗ്രാം ലിങ്കിൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റും. സോ ടെലഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്തിട്ട് അവിടെ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.